നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അരവിന്ദൻ അറ്റാക്ക് വന്ന് അരവിന്ദൻ മരിക്കുകയാണ്. അത് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു ശാരദയ്ക്കും മക്കൾക്കും. കാരണം അരവിന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ശാരദയ്ക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അരവിന്ദൻ തിരികെ വരുമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അരവിന്ദന്റെ മരണ വാർത്ത കാട്ടുതീ പോലെ പടരുവാണ്. അപ്പൊ അറിഞ്ഞവരെല്ലാം വീട്ടിലേക്ക് ഓടി വരുവാണ്. അപ്പൊ കല്യാണം നിശ്ചയ വീട് ഒടുവില് മരണ വീടായിട്ട് മാറുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയിട്ടുണ്ടായിരുന്നില്ല ശാരദയ്ക്ക്. പിന്നെ വിനീതാണ് എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് സുജാത ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. തന്റെ സഹോദരൻ മരിച്ചു പോയെന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയം ചെറുക്കം കൂട്ടരൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിവാഹം നിശ്ചയമല്ലേ. കുറെ സമയം കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ടേക്ക് വരുവാണ്. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുജാത പറഞ്ഞു, നിങ്ങളുടെ ചെക്കനെ കല്യാണം ആലോചിച്ചുള്ളൂ, വിവാഹം നിശ്ചയം ആയതുള്ളൂ, അപ്പോഴേക്കും വേണ്ടേ എന്റെ സഹോദരൻ മരിച്ചുപോയി, എന്തായാലും നല്ല ഫാമിലിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞപ്പോ. പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ്, കൂടുതലൊന്നും പറയാതെ. ആ സമയത്ത് കാവേരിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ശാരദയൊക്കെ കരഞ്ഞ് തളർന്നിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഗംഗയ്ക്കാണെങ്കിലോ കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചല്ലോ. ഒടുവിൽ അങ്ങനെ മരണാന്തര ചടങ്ങുകളും കാര്യങ്ങളും അടക്കളും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഈ സമയത്ത് ചിതയ്ക്ക് തീ കൊളുത്ത് നാരാണ്. കാരണം സാധാരണ ആൺകുട്ടികളാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ആൺകുട്ടികളില്ലല്ലോ, 4 പെൺകുട്ടികൾ മാത്രമേ ഇല്ലുള്ളൂ. ഒടുവിൽ കാവേരി പറഞ്ഞു, അതെ ഞങ്ങൾ തന്നെ ചെയ്തോളാം, ഞങ്ങളുടെ അച്ഛൻ്റെ ചിതയ്ക്ക് ഞങ്ങൾ തീ കൊളുത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗയും കാവേരി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനെല്ലാം ശേഷം എല്ലാവരും തളർന്നുപോയി, ആകെപ്പാടെ തകർന്നുപോയി. ഇനി മുന്നോട്ടെന്ത് എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ഈ സമയത്തൊക്കെ ജയപാലിന് വളരെ തന്ത്രപരമായിട്ടാണ് കരുക്കൾ നീക്കിയത്. അരവിന്ദൻ മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര കണ്ണീരൊലിപ്പീരുമായിട്ട് അയാളും കൂടി വന്നു. കൊണ്ട് റീത്ത് വെക്കുന്നു. ഭയങ്കര പ്രകടനം വരുന്ന അയാൾ കാഴ്ചവെച്ചത്. ആർക്കും ഒരു സംശയം തോന്നരുത്. കാരണം അരവിന്ദനെ താൻ ചതിച്ചുകൊണ്ടാണ് നെഞ്ചുപൊട്ടി അയാൾ മരിച്ചെന്നുള്ള കാര്യം പുറത്താരും അറിയാൻ പാടില്ല. അതിവിദഗ്ധമായിട്ട് അയാൾ എല്ലാത്തിനും അവിടെ നിന്നു. കാരണം കരയാനൊക്കെ മുൻപന്തി തന്നെ ഉണ്ടായിരുന്നു. അത്രയും വലിയ കൂട്ടായിട്ട് സങ്കടം കാണിച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് സംശയം തോന്നില്ലേ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ഇങ്ങനെ അടക്കമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദന് പ്രവീണയും കൂട്ടി പോകാനൊരുങ്ങുകയാണ്. പിന്നീട് കാവേരിയൊക്കെ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ദൈവത്തിന്റെ ഓരോ കളികളല്ലേ, നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലോ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ വേണം ശാരദയ്ക്ക് ധൈര്യം കൊടുക്കാൻ, നിങ്ങൾ മക്കൾ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്. വിശാല് യമുനയും സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ, അങ്കിളിന് അത്ര ആയുസുണ്ടെന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് വിശാലും പോകുന്നത്. ജയപാലൻ തകർത്ത് അഭിനയിച്ചു. തന്റെ റോള് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു. ആർക്കും ഒരു സംശയം തോന്നിയതുമില്ല. പക്ഷേങ്കില് വീട്ടിലാണെങ്കിൽ ആരും ആഹാരം കഴിക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിനീതാണെങ്കിൽ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ആഹാരം കഴിക്കാതെ പട്ടിണി ഇരുന്നിട്ട് എന്താ കാര്യം, അമ്മാവൻ പോയില്ലേ, ഇനി അമ്മാവൻ തിരിച്ചു വരാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാരം കഴിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും കഴിച്ചതുമില്ല. പിന്നീട് ഗംഗയുടെ അടുത്ത് എന്നിട്ട് ഗംഗയോട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, അമ്മാവൻ തീരുമാനിച്ച പോലെ തന്നെ കല്യാണമൊക്കെ നടക്കും, അധികം വൈകാതെ നമുക്ക് കല്യാണം നടത്താം, സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞാലും ഗംഗയ്ക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായില്ല. തൻ്റെ അച്ഛൻ പോയിട്ട് തനിക്ക് എന്ത് കല്യാണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. പക്ഷേങ്കിൽ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുവാണ്. ചെറുക്കൻ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. കാരണം ഗംഗയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ വീട്ടിൽ നിന്നാണ് അവരാണ് വരുന്നത്. അവർ വരുന്ന സമയത്ത് സുജാത അവരെല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ ചെക്കന് തിരികെ പോകണം ഗൾഫിലേക്ക്, അതേ ദിവസമില്ല, അതിനു മുമ്പ് കല്യാണം നടത്താനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അപ്പോഴേക്ക് സുജാത പറഞ്ഞു, നല്ല കഥയായി, മരിച്ച് 2 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം, നിനക്ക് എന്താ സാമാന്യ ബോധമില്ല എന്നൊക്കെ ചോദിച്ചോണ്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴേക്കും ചെറുക്കൻ കുട്ടി പറഞ്ഞു, ചെറുക്കൻ്റെ അച്ഛൻ പറഞ്ഞു, അതെ ഞങ്ങൾ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, പോരാത്തേനും ഞങ്ങളുടെ മകന്റെ ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല, ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഭയങ്കര ടെൻഷനായിരുന്നു ശാരദയ്ക്കൊക്കെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒടുവിൽ അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിനീതി എന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്, അമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കല്യാണം, നിങ്ങൾ ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു പോവരുതെന്ന് പറഞ്ഞു, ഈ വിവാഹം നിങ്ങൾ നടത്തണമെന്നൊക്കെ പറയണം. അത് കേട്ടിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വിവാഹമൊക്കെ നടത്താം, പക്ഷേങ്കിലും ഒരു കാര്യമുണ്ട്, തരാന്ന് പറഞ്ഞ് തുക, കാരണം പൊന്നുമണമൊക്കെ കുറെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നീ തരുവോ, അങ്ങനെയാണ് കല്യാണം നടത്താന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും,
വിനീതിന് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ ശർക്കും കൂട്ടി അങ്ങോട്ട് പോയി. ഇത് ഗംഗ കേട്ടു. കേട്ടോണ്ടാണ് ഗംഗ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, ഗംഗ വിഷമിക്കൊന്നും വേണ്ട, ഇവര് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ആലോചന വരും, ഇനിയും ഗൾഫിൽ നിന്നൊക്കെ ഉള്ള ഏതിലും ആലോചന വരും, അപ്പൊ നമുക്ക് നടത്താന്നൊക്കെ പറഞ്ഞു. കാരണം ഗംഗയുടെ ആഗ്രഹം പുറത്ത് രാജ്യങ്ങളിൽ പോകണമെന്നൊക്കെയായിരുന്നു ഭയങ്കര ആഗ്രഹം, അവിടെയൊക്കെ പോയി ജീവിക്കണം. അല്ലാതെ അവൾക്ക് ഈ നാട്ടിൽ നിൽക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇനി കല്യാണവും മുടങ്ങി. പിന്നീട് ഗംഗയെ പോയി സമാധാനിപ്പിക്കുന്നുണ്ട് കാവേരിയൊക്കെ. ഈ സമയത്ത് കാവേരിയുടെ മനസ്സിൽ ചിന്ത, എന്നാലും അച്ഛന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊരു ടെൻഷനായിരുന്നു. കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും മുന്നോട്ട്, ആ ഒരു ചിന്തയായിരുന്നു. ഈ പറയുന്ന ശാരദയ്ക്കാണെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ഒട്ടും അറിയില്ല താനും. കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അരവിന്ദനായിരുന്നല്ലോ. പോരാത്തന്നെ എല്ലാം ഏൽപ്പിച്ചിരുന്ന ജയപാലനെയായിരുന്നു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അവിടെ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സുജാതയൊക്കെ വന്നിട്ട് നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട്. ആഹാരം കഴിക്കാതിരുന്നിട്ട് എന്താവാനായിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് നിളയ്ക്ക് പനിയും പിടിച്ചു. നിളയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ അച്ഛൻ്റെ വേർപാട്. അതേ അവസ്ഥ തന്നെയായിരുന്നു കാവേരിക്കും. കാവേരി ഇച്ചിരി ബോൾഡായിട്ടൊരു പെൺകുട്ടി കാവേരിയായിരുന്നു. പക്ഷെ കാവേരിയും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. വിനീത് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പം നടന്നു നീ വേണം ബാക്കി എല്ലാവർക്കും, ബാക്കി എല്ലാവരുടെ മനസ്സിനെ ഒന്ന് ബോൾഡാക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൊണ്ടുനടക്കണ നീയല്ലേ എന്നൊക്കെ കാവേരിയോട് പറയുന്നുണ്ട്. കാവേരിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി, ശരിയാണ്, ഇനി ഇങ്ങനെ തളർന്നു പോയിട്ട് കാര്യമില്ല, മുന്നോട്ട് ജീവിക്കണമല്ലോ. ഇനി തകർന്നു പോയി ഒരു മൂലയ്ക്ക് കയറി ഇരുന്നിട്ടുണ്ട് ഒരു കാര്യങ്ങളും ശരിയാകത്തില്ലെന്ന് മനസ്സിലായി. പിന്നീട് എല്ലാവരും പോയി ആശ്വസിപ്പിക്കുന്നുണ്ട്. ശാരദയും ഗംഗയും യമുനയും എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. കാവേരിയാണെങ്കിൽ അതിനോടൊന്ന് പൊരുത്തപ്പെട്ട് വരുമായിരുന്നു. ഇനിയിപ്പം കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പക്ഷേങ്കിൽ അതിനേക്കാളും വലിയൊരു ദുരന്തം വരാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും ബാങ്കിൽ നിന്ന് ആൾക്കാർ വരുവാണ്. ആൾക്കാർ വന്ന് അരവിന്ദനെ അന്വേഷിക്കുകയാണ്. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അച്ഛനില്ലാന്ന് പറയാണ്. ഇല്ലാന്നോ? അവർക്ക് കാര്യം മനസ്സിലായില്ല. പിന്നീടാണ് മരിച്ചുപോയെന്ന് അറിഞ്ഞ് 2 ദിവസം ആയുള്ളെന്ന് പറഞ്ഞു. അപ്പം എന്താ സാർ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, 5-8 തവണയായിട്ട് ലോൺ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കുടിശ്ശികയാന്ന് പറയാണ്. കുടിശ്ശിക? അതെ, വീട് പണിയാനെടുത്ത ലോണ്, അത് അടച്ചിട്ടില്ല എന്ന് പറയാണ്. ലോണോ? അവർക്ക് അങ്ങനെ ലോണിനെ കുറിച്ചൊരു അറിവ് പോലും ഉണ്ടായിരുന്നില്ല. എന്താ ഏതൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യൂന്ന് പറഞ്ഞു. ജപ്തിയോ? അങ്ങനെ ഒരു നോട്ടീസൊക്കെ കൊടുത്തിട്ട് പോവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശാരദയോട് ഈ കാര്യത്തെക്കുറിച്ച് കാവേരിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ശാരദയ്ക്ക് ഒന്നും അറിയത്തില്ല. ലോണോ എന്താ ഏതാ? അപ്പോഴേക്കും അവർ ചോദിച്ചു, അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ? അപ്പൊ അമ്മയല്ലേ ലോൺ അടയ്ക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ അടയ്ക്കാനാ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് വിനീത് അങ്ങോട്ടേക്ക് വരുന്നത്. വിനീത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, എന്താ അമ്മായി, അല്ല ലോണിനെ കുറിച്ചൊന്നും അമ്മായിക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചു. ഇല്ല. അല്ല ഈ വീട് പണിത് എന്നാ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു 10-18 വർഷം കഴിഞ്ഞു കാണും, 19 വർഷം. അപ്പൊ അന്ന് ലോൺ എടുത്തിട്ട് ഇത്രയും കാലമായിട്ട് ഇതെന്താ ഇപ്പൊ ബാങ്കുകാർ വന്നേ? ആകെപ്പാടെ സംശയമായി. അതെന്താന്ന് അറിയില്ല. ഇത്രയും കാലമായിട്ട് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ സമയം കാവേരി ചോദിച്ചു, അല്ല അമ്മയുടെ അക്കൗണ്ടിലേക്കല്ലേ അച്ഛൻ പൈസ ഇട്ടുകൊണ്ട് വരുന്നേ? എന്റെ അക്കൗണ്ടിലേക്കോ? എനിക്ക് അതിന് അക്കൗണ്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അക്കൗണ്ട് ഇല്ലെന്നോ? ഇല്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് എപ്പോഴോ അരവിന്ദൻ എന്നെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് എടുക്കാനാന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് എടുത്ത് കാണുമല്ലോ, അതിന്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. അതും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് രാധം പറഞ്ഞു, അതിന് ഇവൾക്ക് വല്ല ബോധവും കാര്യങ്ങളും ഉണ്ടോ, അതുകൊണ്ടായിരിക്കും ഇവളെ ഒന്നും ഏൽപ്പിക്കാതെ. ശാരദ പറഞ്ഞു, എനിക്ക് പൈസയൊക്കെ കൃത്യമായിട്ട് എല്ലാ മാസവും ചെലവിനുള്ള തരുന്നത് ജയബാലേട്ടനാണ്. കാരണം ജയബാലേട്ടനോടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അരവിന്ദേട്ടന് പൈസയും ജയബാലേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിനൊക്കെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. കാര്യം ഇത്രയായിട്ടും കാര്യങ്ങളൊക്കെ അവിടുത്തെ നോക്കിക്കൊണ്ടിരുന്നത് ജയബാലാണ്. അങ്ങനെയാണെങ്കിൽ അങ്കിളിനോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് കാവേരി പറയണം. ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കാവേരി വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജയപാലൻ പറഞ്ഞു, അത് പിന്നെ മോളെ ഞാൻ വീട്ടിലില്ല, ഞാൻ പുറത്താണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നതിന് ശേഷം സംസാരിക്കാം, ഞാനിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കാവേരി പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ബാങ്കുകാർ വന്നിട്ടുണ്ട്, ലോൺ അടച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ല ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അങ്കിളിനെക്കുറിച്ച് അറിയാവോ, അതുകൊണ്ട് വിളിച്ച മോളെ വന്നിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നീട് ജയപാൽ വന്നിട്ട് പ്രവീണിനോട് സംസാരിക്കുകയാണ്. പ്രവീണിനോട് പറഞ്ഞു, അല്ല അവരെന്തേലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയെന്ന്. പ്രവീണിക്ക് ഭയങ്കര വിഷമാണ് അരവിന്ദൻ മരിച്ചതിൽ. കാരണം ആ പെൺകുട്ടികളും ശാരദയും തനിച്ചായാലും ഒരു വിഷമം. ജയപാലൻ പറഞ്ഞു, നീ കൂടുതൽ സെന്റിമെന്റ്സ് കാണിക്കാനൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞു.
ആ സമയത്ത് വിശാൽ അങ്ങോട്ടേക്ക് വരുന്നേ. വിശാലിന്റെ ഫോണിലേക്ക് യമുന വിളിക്കുന്നുണ്ട്. യമുന വിളിച്ചിട്ട് വിശാലോട് സംസാരിക്കുന്ന സമയത്ത് വിശാൽ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ഇനിയും കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ജയപാലും പ്രവീണ അവിടെ സംസാരിക്കുന്നത് യമുന കേൾക്കണം. യമുന ഒരു നിമിഷം മിണ്ടിയില്ല. അപ്പൊ അങ്കിൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലുണ്ടോ? കുറെ സമയം യമുന മിണ്ടാതിരുന്നു. അപ്പോഴേക്കും വിശാൽ ചോദിച്ചു, എന്താ നീ മിണ്ടാത്തേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ കാര്യം എന്താ വെച്ചാ പറ. അല്ല അങ്കിൾ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടല്ലോ. അല്ല പുറത്തെടുത്തും പോയില്ലേ, വീട്ടിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ദേ അച്ഛൻ എവിടെയുണ്ട്, അച്ഛൻ ഒരിടത്തേക്കും പോയില്ലെന്ന് പറഞ്ഞു. എന്താ? പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുകയും ചെയ്തു യമുന. പിന്നീട് യമുന ഇന്ന് കാവേരിയോടും ഗംഗയോടും കാര്യം പറയാണ്. ജയപാലൻ അങ്കിൾ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. വീട്ടിലുണ്ടെന്നോ? അതെന്താ? എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇല്ലെന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അതെന്താന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തേ, എന്തേലും കള്ളത്തരം കാണുമല്ലോ എന്നൊക്കെ അവർ പറയാണ്. ആ സമയം ശാരദ പറഞ്ഞു, പിന്നെ ജയവാലേട്ടൻ കള്ളത്തരം ഒന്നും കാണിക്കത്തില്ല, അരവിന്ദേട്ടന്റെ ഏറ്റവും വലിയ വിശ്വസ്തനല്ലേ, പോരാത്തതിന് കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്നത്, എന്തിനാ കള്ളത്തരം കാണിക്കണേ? പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല കാവേരിയൊന്നും. എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ അവർക്ക് തോന്നുവാണ്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഈ കാര്യങ്ങൾ ബാങ്കാര് വരുവാണ്. ബാങ്കാര് വന്നിട്ട് ജപ്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. പൈസ ഇതുവരായിട്ടും അടച്ചിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗംഗയ്ക്കും യമുനയ്ക്കും ഒക്കെ. കാരണം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യാന്നുള്ള കാര്യം ഉറപ്പായി. ആ സമയത്ത് കാവേരി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, അങ്കിളിനെ പോയി ഒന്ന് കാണാമെന്ന് പറയണം. അങ്കിളിനെ പോയി കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജയപാലൻ കൈമലർത്തി, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ലോണ് അരവിന്ദൻ അടച്ചിട്ടില്ലായിരുന്നു തോന്നിയെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കൈ മലർത്തുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാവേരിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലോ. ഒടുവിൽ അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ജപ്തി ആവുന്നുണ്ട്. അവരെ പുറത്തേക്ക് ഇറക്കി വിടുവാണ്. ബാക്കിക്കാർ ജപ്തി ചെയ്തു. ഈ സമയം വിനീത് പ്രതീക്ഷയോട് കൂടിയിട്ട് കാവേരിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോരെ, അവിടെ വന്ന് താമസിച്ചോളാനൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞപ്പോൾ സുജാതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും കാലം ജയപാലനായിരുന്നല്ലോ എന്തിനും ഏതിനും കൂടെ തന്നെ, അങ്ങോട്ടേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞു. ഒടുവിൽ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. ജയപാലിന്റെ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ജയപാലിനും സമ്മതിച്ചില്ല അവിടെ നിൽക്കാനായിട്ട്. കാരണം അയാൾ ഇതെല്ലാം കൈയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അയാളും അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ഒടുവിൽ വീണ്ടും സുജാതയുടെ കാല് പിടിച്ച് അവിടേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഗംഗായി യമുന ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല കാവേരിയൊക്കെ. അവർ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കും അതിനായിട്ട്. കാരണം ജയപാലിന്റെ പെരുമാറ്റത്തിൽ അവർക്ക് സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഒടുവിൽ അവര് ജയപാലനുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.